ക്ഷേത്ര തട്ടകത്തുനിന്ന് എഴുന്നള്ളത്ത് പുറത്തേക്ക് വന്നു. ഏതാണ്ട് വിയ്യൂർ എത്താറായി. ഇനി അവിടെ നിന്ന് പട്രേക്കൽ വഴി തിരുവമ്പാടി ക്ഷേത്രത്തിൽ പോയി അവിടെ നിന്ന് നായ്ക്കനാലിൽ വന്ന് മേളത്തോടു കൂടി അപ്പുറത്തേക്ക് വടക്കുംനാഥ ക്ഷേത്ര ശ്രീമൂലസ്ഥാനത്തേക്ക് എത്തും. ദൃശ്യങ്ങളിൽ കാണാം, വലിയ തിരക്ക്, വലിയ ജനപങ്കാളിത്തം തന്നെ ഈ എഴുന്നള്ളത്തിൻ്റെ ഒപ്പം ഉണ്ട്. അതായത് ഈ ഒരു ദേശം ഒന്നാകെ ഈ എഴുന്നള്ളത്തിൻ്റെ ഒപ്പം വരുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇപ്പോൾ സ്ഥലം അല്ലേ സേവിയർ ചിറ്റിലപ്പള്ളി നമ്മുടെ ഒപ്പം ഉണ്ട്. കേരള കളറല്ലേ? അതെ 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 അതെ, തൃശ്ശൂർ പൂരം കളറാണെന്ന് പ്രത്യേകിച്ച് ചോദിക്കേണ്ട. നെയ്തലക്കാവ് ഭഗവതി, പിന്നെ തെക്കേ ഗോപുര നട തള്ളി തുറക്കുന്നതോട് കൂടിയിട്ടാണ് പൂരം വിളംബരം ചെയ്യുന്നത്. അതോടുകൂടി പിന്നെ തൃശ്ശൂർ ഇന്നലെ സാമ്പിളോട് കൂടി വലിയ ആവേശത്തിലായിട്ടുണ്ട്. പൂരം തുടങ്ങണപ്പോൾ നമ്മുടെ അവിടെ നിന്നാണ്. തീർച്ചയായിട്ടും വടക്കാഞ്ചേരി മണ്ഡലത്തിലാണ് നെയ്തലക്കാവ്, അതുപോലെ തന്നെ ചൂരക്കോട്ടുകാവും വടക്കാഞ്ചേരി മണ്ഡലത്തിലാണ്. നാളെ രാവിലെ ചൂരക്കാട്ടുകാവിൽ നിന്നും ഒരു 7 കിലോമീറ്റർ ഞങ്ങൾ എഴുന്നള്ളി തൃശ്ശൂർ പൂര കേന്ദ്രത്തിലേക്ക് എത്തും. ഞാൻ കാണുമ്പോൾ നിങ്ങൾ ഈ പൂരത്തിനൊപ്പം എല്ലാ കൊല്ലം നടന്നു വരാറുണ്ട്. അതേ ഒരു ആംബിയൻസ് എങ്ങനെയാണ്? അത് ഈ വടക്കാഞ്ചേരിയിലെ ഉത്രാളിക്കാവ് പൂരം, ഉത്രാളിക്കാവ് അമ്പലം നിൽക്കുന്നിടത്ത് ഞാൻ 95 മുതൽ പഞ്ചായത്ത് മെമ്പറാണ്. ചെറുപ്പം മുതൽ പൂരത്തോടൊപ്പം സഞ്ചരിക്കുക എന്നുള്ളതൊരു ആവേശമാണ്. അതിൻ്റെ ഭാഗമായി ജനപ്രതിനിധി എന്ന രീതിയിൽ വന്നതിന് ശേഷം നേരത്തെയും തൃശ്ശൂർ പൂരത്തിൻ്റെ ഭാഗമായിട്ട് പിന്നെ നട തുറക്കുന്നതിന് വേണ്ടിയുള്ള ആവേശകരമായ കാഴ്ചകളിൽ പങ്കെടുക്കാറുണ്ട്. ഈ ഘട്ടം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ക്ഷണിക്കുകയും ക്ഷണിച്ചാൽ പിന്നെ ആവേശത്തോടൊപ്പം സഞ്ചരിക്കുക എന്നുള്ളതാണ്. മഴ മറക്കുണ്ട്, മഴ ചാറുന്നുണ്ട് എങ്കിലും കുഴപ്പമില്ല. നല്ല വെയിലിലേക്ക് ഭേദമാണ്. പക്ഷേ ആവേശം തണുക്കാതെ തന്നെ ചോരാതെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതിലതാണ് ഇപ്പോൾ പൂരം ഇങ്ങ് എത്തി എന്ന് പറയുന്നതിന് വേണ്ടി, പൂര വിളംബരം ചെയ്യുന്നതിന് വേണ്ടി നെയ്തലക്കാവ് ഭഗവതി എഴുന്നള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് വിയ്യൂരിലേക്ക് എത്തി. ഈ എല്ലാ കണ്ണുകളും ഇപ്പോൾ തെക്കേ ഗോപുര നടയിലേക്ക് കാത്തിരിക്കുകയാണ്, കണ്ണും നട്ട് നോക്കിയിരിക്കുകയാണെന്നറിയാം. ഏതായാലും കാണുന്ന ആളുകൾക്ക്, പൂരപ്രേമികൾക്ക് പറയാൻ വൈകാതെ തന്നെ നെയ്തലക്കാവ് ഭഗവതി തെക്കേ ഗോപുര നടയിലേക്ക് വടക്കുംനാഥ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേരും. ഒരു ദേശം ഒന്നാകെ, നെയ്തലക്കാവ് ദേശം ഒന്നാകെ തങ്ങൾക്ക് കിട്ടിയ ഒരവകാശം, കൊച്ചി രാജാവ് കൽപ്പിച്ചു നൽകിയ ആ ഒരു അവകാശം, പൂര വിളംബരത്തിനുള്ള അവകാശം, അത് നടത്തുന്നതിന് വേണ്ടി, നിവർത്തിക്കുന്നതിന് വേണ്ടി ഇവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോൾ ഏതാണ്ട് പകുതി ദൂരം പിന്നിട്ട് കഴിഞ്ഞു. നമ്മളും ഇതോടൊപ്പം ഇങ്ങനെ നടന്ന് വരികയാണ്. ഇതൊരു പൂര ആവേശമാണ്. ഇതിൽ അലിഞ്ഞു ചേർന്ന് ഇങ്ങനെ നടക്കുക എന്നുള്ളത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് തൃശ്ശൂർക്കാരാകുമ്പോൾ അതിൽ കുറച്ചുകൂടി ഒരു സ്പിരിറ്റ് കൂടും. ഏതായാലും ദൃശ്യങ്ങൾ പിന്നോട്ട് നടന്നാണ് നമ്മുടെ ക്യാമറമാൻ ഷിജിൻ നരിപ്പറ്റ പകർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തിരി ബുദ്ധിമുട്ടിയൊക്കെയാണ് അദ്ദേഹം ഈ ദൃശ്യങ്ങൾ പകർത്തുന്നത്. ഏതായാലും വല്ലാത്ത ഒരു ആവേശം, ഈ മഴയെ തോൽപ്പിക്കുന്ന ആവേശത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ നെയ്തലക്കാവ് ദേശം ഒന്നാകെ ദേശവഴികളിലൂടെ ഇപ്പോൾ വടക്കുംനാഥ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിക്കൊണ്ട് ഇരിക്കുന്നത്. ഏതാണ്ട് 10:30 ശ്രീമൂലസ്ഥാനത്തേക്ക് എത്തിച്ചേരും. അവിടെ ഒരു ചെറു പൂരം പൊട്ടിക്കയറും. അതിനുശേഷം ശിവകുമാറിനൊപ്പം നെയ്തലക്കാവിലമ്മയുടെ എഴുന്നള്ളത്തിനൊപ്പം ശ്രീധരൻ ഇങ്ങനെ കൂടെ നടന്ന് നമ്മളോട് വിശേഷങ്ങൾ പറയുകയാണ്. നമുക്ക്